ഇന്നത്തെ ശുഭചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു ചെറിയ കഥ കേൾക്കാം. ഫിലിപ്പ് സിഡ്നി എന്ന സൈനിക മേധാവിയുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷ് സൈന്യം യുദ്ധം ചെയ്യുകയായിരുന്നു. തൻ്റെ കൂടെ നിന്ന് യുദ്ധം ചെയ്യുന്ന പടയാളികൾക്ക് പടച്ചട്ട നഷ്ടപ്പെട്ടു. എന്നാലും അവർ ജീവൻ പണയം വെച്ച് യുദ്ധം തുടരുന്ന കണ്ടിട്ട് മേധാവിയും പടച്ചട്ട ഊരി വെച്ച് അവരോടൊപ്പം യുദ്ധത്തിലേർപ്പെട്ടു. ഒടുവിൽ അദ്ദേഹത്തിന് മാരകമായി മുറിവേറ്റു. അവർ അദ്ദേഹത്തെ സൈനിക ക്യാമ്പിലേക്ക് മാറ്റി. എവിടെ നിന്നോ അവർ അദ്ദേഹത്തിന് കുടിക്കുവാൻ വെള്ളം കണ്ടെത്തി കൊടുത്തു. അത് കുടിക്കുവാൻ തുടങ്ങിയപ്പോഴാണ് അദ്ദേഹം കണ്ടത് തൻ്റെ തൊട്ടടുത്തുള്ള മറ്റൊരു സൈനികൻ മരണാസന്നനായി കിടക്കുന്നു. വളരെ അവശനായിരിക്കുന്ന അയാളെ കണ്ട് സിഡ്നി ഉടനെ വെള്ളം അയാൾക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഇപ്പോൾ എന്നേക്കാൾ വെള്ളത്തിനാവശ്യം താങ്കൾക്കാണ്, കുടിച്ചുകൊള്ളൂ എന്ന്. അയാൾ ആ വെള്ളം കുടിച്ചതിനാൽ രക്ഷപ്പെട്ടു. എന്നാൽ മാരകമായ മുറിവേറ്റ് രക്തം വാർന്ന് പോയിരുന്ന സിഡ്നി മരിക്കുകയും ചെയ്തു. എന്താണ് ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത്? ഒരു നല്ല നേതാവ് സ്വയം മറക്കുന്നവനാകണം. സഹജീവികളുടെ രക്ഷയ്ക്കായി സ്വയം ഇല്ലാതാകുന്നവനെ വിളിക്കുന്ന പേരാണ് നേതാവെന്ന്. തന്നേക്കാളുപരി മറ്റുള്ളവരെ പരിഗണിക്കുവാനുള്ള ആർജവത്വം അവർക്ക് വേണം. ഓരോരുത്തരും മറ്റുള്ളവരുടെ രക്ഷാകർത്താവായി രൂപാന്തരപ്പെട്ടാൽ ആർക്കും ജീവിതത്തിൽ ഒറ്റപ്പെടേണ്ടി വരില്ല. തങ്ങളുടെ നേതാവ് തങ്ങളോടൊപ്പം ഉണ്ടെന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ ഒരു പിൻഗാമിയും പിന്മാറിപ്പോകുകയില്ല. രക്തബന്ധത്തിലോ പരിചയത്തിലോ ഉള്ളവർക്ക് വേണ്ടി ആരെങ്കിലുമൊക്കെ ചില ഔദാര്യമൊക്കെ ചെയ്യാൻ തയ്യാറായേക്കാം. എന്നാൽ അപരിചിതരോടുള്ള അനുകമ്പ കാണിക്കാൻ അത്ര എളുപ്പമല്ല. സ്വയം സുരക്ഷിതത്വം ഉറപ്പാക്കാതെ അണികൾക്കുള്ള ആനുകൂല്യങ്ങളും അവകാശങ്ങളും തങ്ങൾക്ക് മതിയെന്ന് നിലപാടുള്ള ഒരു നേതാവെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നേതൃത്വത്തിന് ചില പുതിയ പാഠങ്ങൾ ഉടലെടുത്തേനെ. യേശുക്രിസ്തു പറഞ്ഞു, നിങ്ങൾ ഒന്നാമൻ ആകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ശുശ്രൂഷക്കാരനാകണം. യേശുക്രിസ്തുവിൻ്റെ ഈ വാക്കുകൾ, നേതൃത്വത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ നമുക്കും ഇരുന്ന് വിടരാം. നദികൾ സ്വന്തം വെള്ളം കുടിക്കുന്നില്ല, വൃക്ഷങ്ങളാണെങ്കിൽ സ്വന്തം ഫലം തിന്നുന്നില്ല. സൂര്യൻ സ്വയത്തിന് വേണ്ടിയല്ലല്ലോ പ്രകാശിക്കുന്നത്. പൂക്കൾ തനിക്ക് വേണ്ടി സുഗന്ധം പരത്തുന്നുമില്ല. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക എന്നതാണ് പ്രകൃതി നമ്മെ പഠിപ്പിക്കുന്ന പാഠം. നമ്മളേവരും പരസ്പരം സഹായിപ്പാൻ ജനിച്ചവരാണ്. എത്ര പ്രയാസമുണ്ടെങ്കിലും സന്തോഷമായിട്ടിരിക്കുമ്പോഴാണ് ജീവിതം നമുക്ക് സുഖകരമായി തോന്നുന്നത്. എന്നാൽ നിങ്ങൾ കാരണം മറ്റുള്ളവർ സന്തുഷ്ടരായിരിക്കുമ്പോൾ അത് ഏറ്റവും മഹത്തരമായിട്ട് തീരും എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞിട്ടുണ്ട്. ഇത് എത്ര വാസ്തവമാണ്. നമുക്കും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുവാനും ത്യാഗം സഹിക്കുവാനും ഉള്ള മനസ്സ് ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ശുഭചിന്ത നമുക്കിവിടെ അവസാനിപ്പിക്കാം.